വാർത്തകളിലേക്ക് AICC നിരീക്ഷകർക്കെതിരെ ഗുരുതരാരോപണവുമായി VD സതീശൻ പക്ഷം. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച ഹിതപരിശോധനയിൽ കൃത്രിമത്വം കാട്ടിയെന്നാണ് ആരോപണം. VD സതീശനെ അനുകൂലിച്ചവരുടെ അഭിപ്രായം ഹിതപരിശോധനയിൽ രേഖപ്പെടുത്തിയില്ലെന്ന് VD അനുകൂലികൾ ആരോപിക്കുന്നു. ഇതിനിടെ ഹിതപരിശോധനയിൽ താൻ പറഞ്ഞ അഭിപ്രായം രേഖപ്പെടുത്താത്തതിനെതിരെ ഉദുമ നിയുക്ത MLA കെ നീലകണ്ഠൻ രംഗത്തെത്തി. രഹസ്യമായി പറഞ്ഞ കാര്യം പരസ്യമാക്കപ്പെട്ടതിനെതിരെ നീലകണ്ഠൻ AICCക്ക് പരാതി നൽകി. ഇപ്പോൾ നിങ്ങളൊരു രഹസ്യമായി കൊടുത്തൊരു സംഭവമാണ്, അതിപ്പോൾ ഇങ്ങനെ പുറത്തു വന്നിരിക്കുന്നത് എങ്ങനെയാണ് അതിനെ കാണുന്നത്? അല്ല, ഈ പുറത്ത് വന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമ്മൾ രഹസ്യമായ നമ്മളെ അഭിപ്രായം പറഞ്ഞു, അഭിപ്രായം രേഖപ്പെടുത്തി. ആ കൃത്യമായി നമ്മൾ പറഞ്ഞത് അവർക്കറിയുമല്ലോ. വാർത്തകൾ ഇങ്ങനെ വളച്ചൊടിക്കുന്നത് നമുക്ക് ഉത്തരവാദിയല്ലോ. അല്ല, നമ്മളതിനകത്ത് കൃത്യമായി രാവിലെ കാസർഗോഡ് എത്തുമ്പോൾ സംഭവം പറഞ്ഞു. ഞാൻ കൃത്യമായി മുഗൾ വാർഷികനും അജയ് മാക്കനും പരാതി കൊടുത്തു. ആ പരാതി അവരന്വേഷിക്കട്ടെ. അത് ഉത്തരവാദക്കുറവുണ്ടായി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ പുതുക്കിയ യാത്ര പോലെ കാസർഗോഡ് നിന്നും VD സതീശൻ ഉൾപ്പെടെ വലിയ തോതിലുള്ള ഒരു തരംഗം തന്നെ ഉണ്ടായത് പറയാം. ഉദുമ നമുക്ക് 25 വർഷത്തിന് അപ്പൊ എന്തായാലും ആ ഒരു VD സതീശന് ഒരു അനുകൂലമായി തന്നെ നിലപാടെടുക്കാൻ ജനഹിതം മാനിച്ച് മാത്രമേ തീരുമാനമെടുക്കാൻ പാടുള്ളൂ എന്ന് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം പറഞ്ഞു കഴിഞ്ഞു. ജനഹിതമാണല്ലോ തീരുമാനമെടുക്കേണ്ടത്, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞത്. ശരിക്കും ഇതിൽ കാണുന്നത് അത് ശരിയായ രീതിയിൽ അത് തന്നെയാണ്. അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല. ഇന്ത്യൻ എക്സ്പ്രസ് അങ്ങനെ ഒരു വാർത്ത വന്നു എന്ന് പറഞ്ഞു, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ആ വാർത്ത വന്നു എന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അങ്ങോട്ട് പരാതി കൊടുക്കുകയും ചെയ്തു. ജനഹിതം അത് തന്നെയാണ്. പിന്നെ ജനഹിതം അനുസരിച്ച് മാത്രമേ തീരുമാനം എടുക്കാൻ പാടുള്ളൂ. എന്തായാലും ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഡാൻ, മുകുൾ വാസ്നിക്കിന്റെ കയ്യിലുള്ള പട്ടിക പുറത്തു വന്നു. ആ പട്ടിക പുറത്തു വന്നതിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെ KCയുടെ പേരാണ് പറയുന്നത് എന്നുള്ളത് വ്യക്തമാവുന്നു. അതേസമയം VD സതീശൻ പക്ഷമാവട്ടെ പറയുന്നത് തങ്ങൾ രേഖപ്പെടുത്തിയ പേരുകൾ, അതായത് VDയുടെ പേര് പറഞ്ഞത് ഉൾപ്പെടുത്തിയിട്ട് പോലുമില്ല എന്നത് പറയുന്നു. ഹൈക്കമാൻഡിനെതിരെ പരാതിയുമായിട്ട് രംഗത്തെത്തുന്നുണ്ട്. ഇപ്പോൾ അവസാനം പരാതിയൊക്കെ കഴിഞ്ഞ് നാളെ ഹൈക്കമാൻഡ് നാളെയോ മറ്റന്നാളോ പേര് പറയുന്നതാണ് മനസ്സിലാവുന്നത്. നിലവിൽ ഈ സാഹചര്യം എങ്ങനെയാണ് പോകുന്നത്? നിലവിൽ ഇന്ന് വൈകിട്ട് 7:30 വിമാനത്തിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയും ഒരേ വിമാനത്തിൽ ഡൽഹിയിലേക്ക് തിരിക്കും. ഒരുപക്ഷെ ഇന്ന് രാത്രിയോ അതല്ല എങ്കിൽ നാളെ രാവിലെയോ ഹൈക്കമാൻഡ് നേതൃത്വമായി രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജ്ജുന ഖാർഗെയുമായും മൂവരും കൂടിക്കാഴ്ച നടത്തും. അവിടെ ഒരു സമമായ ഫോർമുല രൂപപ്പെടും. അതുമായി ബന്ധപ്പെട്ട അവസാനവട്ട ചർച്ചകളിലാണ് ഹൈക്കമാൻഡ് നേതൃത്വം അജയ് മാക്കനും മുകുൾ വാസ്നിക്കും കൈമാറിയ സമഗ്രമായ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ സമവായ നീക്കം അവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ രമ്യമായി തർക്കരഹിതമായി ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ഫോർമുലയാണ് തയ്യാറാക്കുന്നത്. എന്തായാലും അവസാന നിമിഷവും 3 പേരും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതായത് മുഖ്യമന്ത്രി പദവിയിൽ കുറഞ്ഞ് ഒന്നും വേണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് VD സതീശൻ. മറ്റൊരു പദവിയും അദ്ദേഹം ഏറ്റെടുത്തേക്കില്ല. അതുതന്നെയാണ് ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാക്കി മാറ്റിയത്. അങ്ങനെയെങ്കിൽ KC പക്ഷം സ്വീകരിക്കുന്ന നിലപാടാണ് ഇതിൽ നിർണായകമായി മാറുക. MLA-മാരിൽ ബഹുഭൂരിപക്ഷം പേരുടെയും പിന്തുണ തങ്ങൾക്കാണ് എന്ന കാര്യം ഇന്നലെ KC പക്ഷം മാധ്യമങ്ങളോട് വിശദീകരിച്ചിരുന്നു അനൗദ്യോഗികമായിട്ട്. അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇന്നലെ മുകുൾ വാസ്നിക്കിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പേപ്പറിലെ വിശദാംശങ്ങൾ, രഹസ്യമായി സൂക്ഷിക്കേണ്ട വിശദാംശങ്ങൾ കൃത്യമായി ഒരു ദേശീയ മാധ്യമത്തിൻ്റെ ഫോട്ടോഗ്രാഫർ ചിത്രം പകർത്തുന്നതിനിടയിൽ അതിലെ വിശദാംശങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതുമായി ബന്ധപ്പെട്ടാണ് VD പക്ഷം ദേശീയ നേതൃത്വത്തിന് പരാതി കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. VD സതീശനെ അനുകൂലിച്ചുകൊണ്ട് നിലപാടെടുത്തവരുടെ പേരുകൾ കൃത്യമായി അതിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതിൽ ഒരു സുതാര്യതയില്ലായ്മയുണ്ടായി എന്ന കാര്യമാണ് VD പക്ഷം ഉന്നയിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുനർവിചിന്തനത്തിന് ദേശീയ നേതൃത്വം ഇനി തയ്യാറാകുമോ എന്നതാണ് അറിയാനുള്ളത്. ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഡൽഹിയിലെത്തി ദേശീയ നേതൃത്വത്തിന് മുമ്പിൽ ഈ കാര്യം വീണ്ടും ആവർത്തിക്കാനാണ് സാധ്യത. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ നാളെ ഹൈക്കമാൻഡ് നേതൃത്വവുമായി നടത്തുന്ന ചർച്ചയിലൂടെ ഒരു സമവായ നീക്കം രൂപപ്പെടുമെന്നും ഞായറാഴ്ച വൈകുന്നേരത്തോടെ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനാകുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് ഹൈക്കമാൻഡ്. ഡാൻ, 2 കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന് MLA-മാരുടെ പക്ഷം, മറ്റൊന്ന് ജനങ്ങളുടെ പക്ഷം എന്ന രീതിയിൽ. ഇപ്പോൾ MLA-മാരുടെ പട്ടികയിൽ ഇപ്പോൾ KCക്കാണ് കൂടുതൽ സാധ്യത എന്നുള്ള രീതിയിൽ ഇപ്പോൾ ആ പട്ടിക തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെ, സന്ദീപ് വാര്യർ ഉൾപ്പെടെ പലരും, T സിദ്ദിഖ് ഉൾപ്പെടെ പലരും KC പക്ഷത്താണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ KC മുഖ്യമന്ത്രിയായി വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നേരെ മറിച്ച് ജനങ്ങളുടെ പക്ഷത്ത് നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉൾപ്പെടെ VD സതീശൻ മുഖ്യമന്ത്രി ആവണമെന്ന രീതിയിലുള്ള ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. ഹൈക്കമാൻഡിന്റെ തീരുമാനം നിർണായകമാണല്ലോ. MLA-മാരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അത് ജനത്തിന് അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ മാറുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലല്ലേ നിൽക്കുന്നത്?
പാർട്ടിയുടെ നടപടിക്രമങ്ങൾക്കനുസരിച്ച് മാത്രമേ മുമ്പോട്ട് പോവുകയുള്ളൂ. തീരുമാനമെടുക്കുന്നതും അങ്ങനെയായിരിക്കും. തെരുവിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അലയടിക്കുന്നത് കണക്കിലെടുത്തുകൊണ്ട് ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ വഴിയില്ല. കേരളത്തിൽ ഇതിനു മുമ്പും സമാനമായ തരത്തിൽ നേതാക്കൾക്ക് വേണ്ടി തെരുവിലിറങ്ങിയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കെ സുധാകരന് സീറ്റ് നിഷേധിക്കപ്പെടുന്ന സാഹചര്യമുണ്ടപ്പോൾ അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം കണ്ണൂരിലടക്കം നടന്നതാണ്. പക്ഷേ ഒരു ചലനവും ഉണ്ടായില്ല. ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്താൽ അത് അന്തിമ തീരുമാനമായിരിക്കും. അതിനപ്പുറത്തേക്ക് ഒരു മാറ്റവും ഉണ്ടാകില്ല എന്ന നിലപാടിൽ ഹൈക്കമാൻഡ് നേതൃത്വം ഉറച്ചു നിൽക്കുകയാണ്. മാത്രവുമല്ല, സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ പ്രതിഷേധങ്ങളിൽ കടുത്ത അതൃപ്തിയിലാണ് രാഹുൽ ഗാന്ധിയും ദേശീയ നേതൃത്വവും. കാരണം പരിധി വിടുന്നു ഈ പ്രതിഷേധങ്ങൾ. അതായത് 102 സീറ്റ് എന്ന വലിയ നേട്ടത്തിൽ നിൽക്കുന്ന കോൺഗ്രസിന്റെ ശോഭ കെടുത്തുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിലാണ് ദേശീയ നേതൃത്വം. അതുകൊണ്ട് തന്നെ അത്തരം പ്രതിഷേധങ്ങൾക്ക് ഹൈക്കമാൻഡിന്റെ തീരുമാനത്തെ സ്വാധീനിക്കാൻ ഒരു തരത്തിലും അവസരം നൽകില്ല. അതൊരു വെറും സമ്മർദ്ദ നീക്കമായി മാത്രമേ മാറുകയുള്ളൂ എന്ന നിലപാട് അറിയിച്ചു കഴിഞ്ഞു അവർ. ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവരെ, അതായത് കേരളത്തിന്റെ ചുമതലയുള്ള AICC സെക്രട്ടറിയാണ് ദീപാദാസ് മുൻഷി. ദീപാദാസ് മുൻഷിയെ ഹൈക്കമാൻഡ് നേതൃത്വം ഈ കാര്യം അറിയിച്ചു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അവരടക്കം ഡൽഹിയിൽ തുടരുകയാണ് ഇപ്പോൾ. എന്തായാലും വൈകിട്ട് കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ ഡൽഹിയിലെത്തിയ ശേഷം നടക്കുന്ന കൂടിക്കാഴ്ചയിലായിരിക്കും നിർണായകമായ തീരുമാനങ്ങൾക്ക് വഴിയൊരുങ്ങുക. വൈകിട്ട് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.